ആദ്യം ഗോകുലം ഗോപാലൻ, അതിനുശേഷം പൃഥ്വിരാജ്, ഇനി ചിലപ്പോൾ ആന്റണി പെരുമ്പാവൂറാകാം, അത് കഴിഞ്ഞ് മോഹൻലാൽ ആകാം. ഇതാണ് കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ നീക്കം. കേന്ദ്ര സർക്കാരിൻ്റെ നീക്കം എന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസികളുടെ നീക്കം. ഇഡിയാണ് ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്. ആദായ നികുതി വകുപ്പ് തൊട്ടുപിറകെ രംഗത്തിറങ്ങും എന്ന സൂചന വരികയും ചെയ്തു. ആദ്യം ഗോകുലം ഗോപാലിൻ്റെ വീട്ടിലേക്ക് എത്തിയത് ഇഡി ആയിരുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരായിരുന്നു. പരിശോധന ഇപ്പോൾ അവസാനിച്ചു എന്നാണ് കേൾക്കുന്നത്. 7.5 മണിക്കൂറാണ് ഗോകുലം ഗോപാലിനെ ചോദ്യം ചെയ്തത്. 1.5 കോടി രൂപ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് എന്ന വാർത്തകളും വരുന്നുണ്ട്. സ്ഥിരീകരിക്കാത്ത വാർത്തകളാണ്. വിശദീകരണം നൽകുന്നുണ്ട് ഇ ഡി പറയുന്നത് 2022 രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. കഴിഞ്ഞ 3 മാസമായി ഗോകുലം ഗോപാലൻ നിരീക്ഷണത്തിലാണ്. അദ്ദേഹത്തിൻ്റെ കമ്പനിയിലേക്ക് 1000 കോടി രൂപ വന്നിട്ടുണ്ട്. പെട്ടെന്ന് ഒരു നിക്ഷേപം വന്നിട്ടുണ്ട്. അത് എവിടുന്ന് വന്നു എന്നാണ് ഇ ഡി അന്വേഷിക്കുന്നത്. ഇതാണ് ഇ ഡിയുടെ വിശദീകരണം. 1000 കോടി രൂപ ഫെമ നിയമം ലംഘിച്ചാണ് വന്നത് എന്നും ഇ ഡി പറയുന്നുണ്ട്. ഇതനുസരിച്ചുള്ള പരിശോധനയാണ് നടക്കുന്നത്. അതല്ല, ഇതിന് പിറകിൽ മറ്റൊരു രാഷ്ട്രീയവുമില്ല എന്ന് ആവർത്തിച്ച് ഉറപ്പിക്കാൻ ഇ ഡി ശ്രമിക്കുന്നുണ്ട്. അത് കഴിഞ്ഞു തൊട്ടു പിന്നാലെ ഇതാ പുതിയ വാർത്ത കൂടി വന്നിരിക്കുന്നു. അത് പൃഥ്വിരാജിനെ കുറിച്ചാണ്. പൃഥ്വിരാജിന് ആദായ നികുതി വകുപ്പാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. 3 സിനിമകളിലെ പ്രതിഫലം സംബന്ധിച്ചാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. കടുവ, ജനഗണമന, ഗോൾഡ്, ഈ 3 സിനിമ. ആ സിനിമയിൽ പൃഥ്വിരാജ് പ്രതിഫലം വാങ്ങിയിരുന്നില്ല. നായകനായിരുന്നു പൃഥ്വിരാജ്, പ്രതിഫലം വാങ്ങിയിരുന്നില്ല. ആ സിനിമ നിർമ്മാണത്തിൽ പങ്കാളിയായിരുന്നു പൃഥ്വിരാജ്. അതുകൊണ്ട് തന്നെ പ്രതിഫലം വാങ്ങാതെയാണ് അഭിനയിച്ചത്. സഹനിർമ്മാതാവ് എന്ന നിലയിൽ 40 കോടി രൂപ അദ്ദേഹം കൈപ്പറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് വിശദീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മാർച്ച് 29-നാണ് ആദായ നികുതി വകുപ്പ് നോട്ടീസ് അയച്ചിരിക്കുന്നത് പൃഥ്വിരാജിന്. ഏപ്രിൽ 29-ന് മുമ്പ് എന്ന് വെച്ചാൽ 1 മാസത്തിനകം വിശദീകരണം നൽകണമെന്നാണ് ആവശ്യപ്പെട്ടത്. ആദായ നികുതി വകുപ്പാണ് ആദ്യം ഇടപെടുക, തൊട്ട് പിന്നാലെ ഇ ഡിയും വരും. അതാണ് പതിവ് രീതി. അത് തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. ഗോകുലം ഗോപാലിന്റെ കേസിലും ഇത് തന്നെയാണ്. ആദ്യം വന്നത് ആദായ നികുതി വകുപ്പാണ്, തൊട്ടു പിറകെയാണ് ഇ ഡി വന്നത്. 2022 രജിസ്റ്റർ ചെയ്ത കേസാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്ര പെട്ടെന്ന് നടപടി ആരംഭിച്ചത് എന്ന് അരിയാഹാരം കഴിക്കുന്ന മലയാളികൾക്ക് എല്ലാം അറിയാം. എന്തുകൊണ്ടാണ് പൃഥ്വിരാജിന് മാർച്ച് 29-ന് നോട്ടീസ് അയച്ചത് എന്നും മലയാളികൾക്ക് കൃത്യമായി അറിയാം. മറ്റൊന്നുമല്ല, 27-നാണ് അദ്ദേഹത്തിന്റെ പുതിയ സിനിമ എമ്പുരാൻ റിലീസ് ചെയ്തത്. റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ വലിയ തരംഗമായിരുന്നു എമ്പുരാൻ. എന്താണ് എമ്പുരാന്റെ കഥ, എന്താണ് എമ്പുരാൻ പറയുന്നത് എന്ന് തുടങ്ങിയ ചർച്ചകൾ അതിനു മുമ്പ് തന്നെ ആരംഭിച്ചിരുന്നു. അതിനൊടുവിലാണ് 27-ന് സിനിമ റിലീസാകുന്നത്. സിനിമ റിലീസായപ്പോഴാണ് ബി ജെ പിക്കെതിരെ മാത്രമല്ല സംഘപരിവാറിനെതിരെ, RSSനെതിരെ കടുത്ത പരാമർശങ്ങൾ സിനിമയിലുണ്ട് എന്ന് മനസ്സിലാകുന്നത്. അത് പിന്നീട് വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറുകയും RSS തന്നെ ഇടപെടുകയും RSSന്റെ മുഖപത്രമായ ഓർഗനൈസറിൽ പൃഥ്വിരാജിനെതിരെ, സിനിമയ്ക്കെതിരെ ലേഖനങ്ങൾ തുടരെ വരികയും ഒക്കെ ചെയ്തു. സംസ്ഥാന BJP നേതാക്കൾ ആദ്യം സിനിമയെ സ്വാഗതം ചെയ്തിരുന്നു. സിനിമയെ സിനിമയായി കണ്ടാൽ മതി എന്നായിരുന്നു BJP നേതാക്കൾ ആദ്യം പറഞ്ഞത്. പക്ഷെ മെല്ലെ അവരുടെ സ്വരം മാറുകയും ഒരു ഭീഷണി സ്വരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും സംസ്ഥാന BJP നേതാക്കൾ മാത്രമല്ല കേന്ദ്ര RSS നേതാക്കളും ഇതേ ഭീഷണി മുഴക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഗോകുലം ഗോപാലന്റെ വീട്ടിൽ ഇ ഡി എത്തിയത് എന്ന് എല്ലാവർക്കും അറിയാം. അത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിനുള്ള ഉത്തരവും മലയാളികളുടെ മനസ്സിലുണ്ട്. അതിന് സമാന്തരമായിട്ടാണ് പൃഥ്വിരാജിനെതിരെയും നീക്കം ആരംഭിച്ചത്. 27-ന് പടം റിലീസ് ചെയ്യുന്നു, എമ്പുരാൻ റിലീസ് ചെയ്യുന്നു. 29-ന് ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് പോകുന്നു. ഇനി തൊട്ടു പിറകെ ഇ ഡി വരും. ഇനി ആരൊക്കെയാണ് ഇ ഡിയുടെ ആദായ നികുതി വകുപ്പിന്റെ ലിസ്റ്റിലുള്ളത്, പട്ടികയിലുള്ളത് എന്നേ അറിയാനുള്ളൂ. സ്വാഭാവികമായും എമ്പുരാൻ സിനിമയുടെ സഹനിർമ്മാതാവായ ആന്റണി പെരുമ്പാവൂരിന്റെ പിറകെയും ആദ്യം ആദായ നികുതി വകുപ്പ് വരും, അതിനുശേഷം ഇ ഡിയും വരും എന്ന കാര്യത്തിൽ സംശയമേയില്ല. അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. തൊട്ട് അടുത്ത് കാത്തിരിക്കുന്നത് മോഹൻലാലിനെയാണോ
എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ഈ സിനിമ എമ്പുരാൻ സിനിമ റിലീസ് ചെയ്ത ഉടനെ ഉയർന്നു വന്ന വിമർശനം, പ്രത്യേകിച്ച് RSS കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന വിമർശനം, അത് സിനിമാ നിർമ്മാതാക്കളിൽ വലിയ സമ്മർദ്ദം ചെലുത്തുകയും അതേ തുടർന്ന് സിനിമയിൽ ചില ഭാഗങ്ങൾ കട്ട് ചെയ്ത് നീക്കുകയും ചെയ്തിരുന്നു. ചില ഭാഗങ്ങൾ മ്യൂട്ട് ചെയ്തിരുന്നു. ചില കഥാപാത്രങ്ങളുടെ പേര് മാറ്റുകയും ചെയ്തിരുന്നു. അതുകൊണ്ടൊന്നും സംതൃപ്തരായിട്ടില്ല RSS നേതൃത്വം, BJP നേതൃത്വം എന്നതിൻ്റെ തെളിവാണ് ഗോകുലം ഗോപാലിനെ തേടി ED എത്തിയത്. ഇപ്പോഴിതാ പൃഥ്വിരാജിന് ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് ലഭിച്ചത്. ഇനി വരാനിരിക്കുന്നു ആന്റണി പെരുമ്പാവൂരിന്റെ പിറകെയും മോഹൻലാലിന്റെ പിറകെയും എന്നർത്ഥം. കാരണം സിനിമയെ പോലും ഭയപ്പെടുന്നു. സിനിമയെ, വിമർശനത്തെ സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഇന്ത്യയിലെ BJP സംഘപരിവാർ സംഘടനകൾ RSS മാറിയിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. മലയാളികൾക്ക് ചിലപ്പോൾ RSSന്റെ ഈ മുഖം അത്ര പരിചിതമായിരുന്നില്ല. ഇപ്പോഴിതാ മലയാളികളും അത് അനുഭവിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇത് തെളിയിക്കുന്നത്. ഏതായാലും എങ്ങനെ എമ്പുരാന്റെ അണിയറ പ്രവർത്തകർ EDയെയും ആദായ നികുതി വകുപ്പിനെയും നേരിടും? അവർക്ക് കേരളീയർ ഒന്നടങ്കം പിന്തുണ നൽകേണ്ട കാലം കൂടിയാണ് ഇത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു EDയുടെ ഈ നീക്കം. അതിന് പിറകിൽ സംഘപരിവാറാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകില്ല.